കാട്ടിറച്ചി കടത്തിയെന്നാരോപിച്ച് ഉപ്പുതറയിൽ ആദിവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യാൻ സർക്കാർ അനുമതി നൽകി. ഇടുക്കി മുൻ വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെ 10 ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യാനാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ഉപ്പുതറ കണ്ണമ്പടി മുല്ല ആദിവാസി ഊരിലെ പുത്തൻപുരയ്ക്കൽ സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിലാണ് സർക്കാർ നടപടി. കണ്ണമ്പടി ഇറച്ചിക്കടത്ത് കേസിൽ 2024 ജനുവരിയിൽ പ്രോസിക്യൂഷന് അനുമതി തേടി പോലീസ് സർക്കാരിന് കത്ത് നൽകിയിരുന്നു. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകണമെന്നാണ് നിലവിലുള്ള നിയമം. എന്നാൽ 11 മാസത്തിനു ശേഷം നവംബറിലാണ് ഉത്തരവിറങ്ങിയത്. ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദവും ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലും മൂലം ഫെബ്രുവരി 1-നാണ് ഉത്തരവ് പോലീസിന്റെ കയ്യിൽ കിട്ടിയത്. ആദിവാസിയെ കേസിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്യുകയും അവർ നടത്തിയ അന്വേഷണത്തിൽ കള്ളക്കേസാണെന്ന് കണ്ടെത്തുകയും ഉന്നത ഉദ്യോഗസ്ഥരടക്കം പ്രതികളാവുകയും ചെയ്യുന്ന ആദ്യത്തെ കേസാണിത്. സരുൺ സജി എന്ന ആദിവാസി യുവാവിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കള്ളക്കേസിൽ കുടുക്കിയിട്ട് 2.5 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ ഈ കേസിൻ്റെ വിചാരണ തുടങ്ങിയിട്ടില്ലായിരുന്നു. അതിന് സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാത്തതായിട്ട് ഒരു കാരണം. കഴിഞ്ഞ ദിവസം 1 വർഷത്തിന് ശേഷം സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തിരിക്കുകയാണ്. താമസിക്കാതെ ഇതിൻ്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷം വിചാരണ ഉടനെ ആരംഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നിയമത്തിനുള്ള നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം അവസാന നിമിഷം വരെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. പ്രതികൾക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. 2022 സെപ്റ്റംബർ 20-നാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. കാട്ടിറച്ചി കടത്തിയെന്ന് ആരോപിച്ച് കണ്ണമ്പടി സ്വദേശിയായ സരുൺ സജിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. യുവാവിന്റെ ഉപജീവന മാർഗമായിരുന്ന ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തു. 10 ദിവസം ജയിലിൽ കിടന്ന ശേഷമാണ് സരുണിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങാനായത്. തുടർന്ന് താൻ നിരപരാധിയാണെന്ന് കാട്ടി മുഖ്യമന്ത്രി, വനം മന്ത്രി, ഉപ്പുതറ പോലീസ് എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. ഇതിനിടെ മനുഷ്യാവകാശ ഗോത്രവർഗ കമ്മീഷൻ ഇടപെട്ടതോടെ സർക്കാരുകൾ അന്വേഷണം പ്രഖ്യാപിച്ചു. വിജിലൻസ് ആൻഡ് ഫോറസ്റ്റ് ഇന്റലിജൻസ് വിഭാഗം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ നീതു ലക്ഷ്മിയാണ് അന്വേഷണം നടത്തിയത്. കേസ് കെട്ടിച്ചമച്ചതാണെന്നും പിടിച്ചെടുത്ത മാംസം വന്യജീവിയുടേതല്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. തൊണ്ടി മുതലായി പിടിച്ചെടുത്തത് കാട്ടിറച്ചിൽ എന്ന വിദഗ്ധ പരിശോധനയിൽ തെളിയുകയും ചെയ്തു. സംഭവം ആദിവാസികൾക്കിടയിലും പൊതുസമൂഹത്തിലും വനം വകുപ്പിനും അവമതിപ്പുണ്ടാക്കിയെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.